മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 19/5/1999 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പുണർദമാണ് നക്ഷത്രം, പുണർദം 2-ാം പാദം. മിഥുന ലഗ്നം, ലഗ്നത്തിൽ ചന്ദ്രൻ, ശുക്രൻ, 2-ൽ രാഹു, ഗുളികൻ, 3-4 ഭാവങ്ങൾ ശൂന്യം, 5-ൽ കുജൻ, 6-7 ഭാവങ്ങൾ ശൂന്യം, 8-ൽ കേതു, 9 ശൂന്യം, 10-ൽ വ്യാഴം, 11-ൽ ബുധൻ, ശനി, 12-ൽ സൂര്യൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. പ്രണയിച്ച് വിവാഹം കഴിക്കുകയും എന്നാൽ വിവാഹ സംബന്ധമായി പ്രശ്നാധിഷ്ഠിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ഒരാളുടെ ഗ്രഹസ്ഥിതി കൂടിയാണ്. കാരണം മിഥുന ലഗ്നം, ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായ ശനിയുമായി 11-ൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ലഗ്നത്തിൽ മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായ ചന്ദ്രൻ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു. അവിടെ നിർഭാഗ്യവശാൽ വിവാഹകാരകനായിട്ടുള്ള ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹകാരകനായിട്ടുള്ള ശുക്രനും നിൽക്കുന്നു. വിവാഹ സംബന്ധമായി മോശമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. അതിന് പിന്നിൽ പലതിനും കാരണം ഈ വ്യക്തിയുടെ അമിതമായിട്ടുള്ള ചിന്ത, ഉത്കണ്ഠ, അസ്വസ്ഥതപ്പെടുത്തുന്ന ചിന്തകൾ, പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാകും. എന്നാൽ അതിന് ചില കാരണങ്ങൾ മറുഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് സാരം. പ്രധാനമായിട്ടും വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ മനസ്സിൻ്റെ കാരകനായ ഗ്രഹം ചന്ദ്രനോടൊപ്പം ലഗ്നത്തിൽ തന്നെ വരികയും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായ പ്രത്യേകിച്ചും ശനിയുമായി മേടത്തിൽ നിൽക്കുകയും അതുപോലെ തന്നെ ലഗ്നത്തിലേക്ക് നേരത്തെ പറഞ്ഞ ചന്ദ്രനിലേക്കും ശുക്രനിലേക്കും രാഹുവിൻ്റെയും ഒപ്പം ഗുളികൻ്റെയും ദൃഷ്ടിയും വരുന്നതും ഈ വ്യക്തിക്ക് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നതിൻ്റെ ഒരു സൂചനയാണ്. അതിന് മറ്റൊരു കാരണം ശനി ദശയാണ് നടക്കുന്നത്. ശനി ഇവിടെ നീചസ്ഥനുമാണ്. ഈ 2-3 കാര്യങ്ങൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. എന്നാൽ ലഗ്നാൽ വിവാഹസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം 10-ൽ നിൽക്കുന്നു, ഹംസയോഗം കൊടുത്തുകൊണ്ട്. അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. പ്രണയവിവാഹം, അതായത് 7-ലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വന്നു. വിവാഹകാരകനായ ശുക്രനിലേക്കും രാഹുവിൻ്റെ ദൃഷ്ടി വന്നു. ഇത്തരക്കാർക്ക് പ്രണയ സ്വഭാവം അല്ലെങ്കിൽ പ്രണയവിവാഹം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. പക്ഷേ നാൾ പൊരുത്തം പോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വിവാഹത്തിൽ ഏർപ്പെടുന്ന ആളുകൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന ഒരു ഗ്രഹനില കൂടിയാണ്. 10-ൽ 9 പൊരുത്തമുള്ള ഒരു നാളുമായിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിവാഹം. നിർഭാഗ്യവശാൽ ഇപ്പോൾ ഇത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരിഗണനയിലാണ്. 10-ൽ 9 പൊരുത്തം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതിയിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ 9 പൊരുത്തത്തേക്കാൾ ഉപരി മറ്റു പല കാര്യങ്ങളുമുണ്ട് ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് എന്ന സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചില ആളുകളെ കണ്ടിട്ടില്ല, 4 അല്ലെങ്കിൽ 5 പൊരുത്തമൊക്കെ കഷ്ടി കാണുള്ളൂ. വളരെ ഗംഭീരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതേപോലെ 10-ൽ 9 പൊരുത്തവും അല്ലെങ്കിൽ 8 പൊരുത്തമൊക്കെ ഉള്ള ആളുകൾ കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നതായും നമ്മൾ കാണാറുണ്ട്. പൊതുവേ ഈ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനിലേക്ക് രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടി വരുന്നത് മെൻ്റൽ ഇമോഷൻസ്, മാനസിക നിലവാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ സാധാരണ ആളുകളെ അപേക്ഷിച്ച് ഇവർക്ക് അല്പം ഉത്കണ്ഠ അല്ലെങ്കിൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ എടുത്തടിച്ച പോലെ സംസാരിക്കുക, ചിന്തിക്കുക, തിരിച്ചു വാശി ചെയ്യുക പോലെയുള്ള പ്രവണതകളെല്ലാം കണ്ടുവരുന്നുണ്ട്. ഈ വ്യക്തി അങ്ങനെ തന്നെയാണ്. ടോക്സിക് ആയിട്ടുള്ള, എന്നുവെച്ചാൽ മലിനപ്പെടുത്തുന്ന ചിന്തകളിലൂടെ ഈ വ്യക്തിയുടെ മനസ്സ് കടന്നു പോകാം. അതിനൊരു പ്രധാന കാരണം മാതാവിൻ്റെ കാരകൻ കൂടിയാണ് ചന്ദ്രൻ. അത് ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ മാതാവിന് കൃത്യമായിട്ടുള്ള സ്വാധീനശേഷി ഈ വ്യക്തിയിലുണ്ടാകും. പക്ഷേ ചന്ദ്രൻ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടിയിൽ നിൽക്കുന്നത് കൊണ്ട് മാതാവ് പറഞ്ഞു കൊടുക്കുന്ന, നല്ലത് എന്ന് കരുതി പോലും പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് ദോഷകരമായി അല്ലെങ്കിൽ നെഗറ്റീവായി അല്ലെങ്കിൽ വിപരീതമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നുവെച്ചാൽ ചെറിയ ഒരു കാര്യത്തെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനമായിരിക്കും പല സാഹചര്യങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ മാതാവ് സ്വീകരിക്കുക. അപ്പോൾ അതിൻ്റെയും ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തി തന്നെ അനുഭവിക്കേണ്ടതായി വരും.
അത് ഒരു പ്രധാന കാരണം തന്നെയാണ്. അപ്പോൾ ലഗ്നം വെച്ച് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് കൃത്യമായി എടുക്കേണ്ടതിനെ എടുത്തും തള്ളേണ്ടതിനെ തള്ളിയും മാത്രം ഈ വ്യക്തി മുന്നോട്ട് പോയാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ കടന്നു പോകാനുള്ള അവസരങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. ഈ വ്യക്തിക്ക് ലഗ്നം വച്ച് തന്നെ പരിഹാരങ്ങൾ ചെയ്യുക. കൃത്യമായ പരിഹാരങ്ങളുണ്ട്. അത് ചെയ്യുന്ന മുറയ്ക്ക് ഈ പറയുന്ന രാഹുവിൻ്റെയും ഗുളികൻ്റെയും പിടിയിൽ നിന്ന് ചന്ദ്രൻ ഒരു പരിധിവരെ കൃത്യമായി കാര്യങ്ങൾ നടത്തുന്നതിലേക്ക് മാറ്റപ്പെടുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 5-ൽ കുജൻ വർഗോത്തമം ചെയ്തു നിൽക്കുന്നു എന്ന് വെച്ചാൽ നവാംശത്തിലും കുജൻ്റെ സ്ഥാനം അതേ രാശിയിൽ തന്നെയാണ്. വർഗോത്തമം ചെയ്ത് കുജൻ പോലെയുള്ള ബലവാനായിട്ടുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിന് കടുപ്പമേറും. എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് പലപ്പോഴും മോശമായ കാര്യങ്ങളിലുമായിരിക്കും. എന്ന് വെച്ചാൽ ജീവിതത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങളെക്കാൾ ഉപരി പ്രശ്നങ്ങളും തർക്കങ്ങളും വഴക്കുകളും നേരത്തെ പറഞ്ഞ കോടതി വ്യവഹാരങ്ങളും പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം ഈ വ്യക്തി കാണിക്കുക. കാരണം മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ഇവിടെ വന്നിട്ടുള്ളത് ശുക്രനാണ്. ലഗ്നത്തിൽ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടിയിൽ നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു 6, 7, 9, 12 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ 2-ലേക്കും 12-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഈ വ്യക്തിക്ക് വളരെ അനുകൂലം തന്നെയാണ്. കാരണം 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 10-ൽ ഹംസയോഗം കൊടുത്തുകൊണ്ട് വർഗോത്തമം ചെയ്തു നിൽക്കുന്നു. അപ്പോൾ തൊഴിലുണ്ടാകും, വരുമാനവും ഉണ്ടാകും. പക്ഷെ അതൊക്കെ സ്വസ്ഥമായിട്ട് അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ടിയെങ്കിൽ ശ്രമിച്ചുവെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് സാരം. നോർമൽ കേസിൽ അത്ര എളുപ്പത്തിൽ മുന്നോട്ട് ജീവിതത്തെ കാണാവുന്ന ഒരു ഗ്രഹനിലയല്ല ഇത്. പ്രത്യേകിച്ചും മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സ് അലോസരപ്പെടണം, അസ്വസ്ഥപ്പെടണം, മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടുകൾ വിഷമതകൾ അനുഭവിക്കണമെന്നത് ഇദ്ദേഹത്തിൻ്റെ ജാതകയോഗം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഗുരുദശയിലായിരുന്നു ജനനം. പുണർതമാണ് നക്ഷത്രം. ഗുരുദശയിൽ ജനിച്ചു. 2009 വരെ ഗുരു, അതിനുശേഷം ശനി 2028 ഫെബ്രുവരി മാസം 16-ാം തീയതി വരെ. ശേഷമാണ് ബുധൻ 2045 വരെ. അതിനുശേഷം 7 കൊല്ലം നീണ്ടു നിൽക്കുന്ന കേതുവിൻ്റെ ദശ. ശേഷമാണ് ശുക്രൻ. ഈ വ്യക്തി ശുക്രദശയൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മനസ്സിൻ്റെ 5-ാം ഭാവത്തിൻ്റെ സന്താനസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ലഗ്നത്തിൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ദശകളിൽ തന്നെ ശുക്രൻ്റെ അപഹാരം വരുന്ന സമയത്തും അതുപോലെ പ്രത്യേകിച്ചും ശുക്രദശയൊക്കെ വരുന്ന സമയത്തും കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോവുക. അല്ലാത്ത പക്ഷം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ തന്നെ കടന്നു പോകേണ്ടി വരും. അതിൽ പലതും വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി കണക്റ്റഡ് ആയിട്ടാവാം. അതിനുള്ള സാധ്യത ഈ ഗ്രഹനിലയിൽ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ശനി, നീചസ്ഥനായ ശനിയുടെ ദശയാണ് നടക്കുന്നത്. അതും ശ്രദ്ധിച്ചു മാത്രം ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ശരിയാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലമാണ് എന്ന് സാരം. പ്രത്യേകിച്ചും ഇത്തരം ആളുകൾക്ക് വാശി പോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നിനോടും ക്ഷമയോ ദീനാനുകമ്പയോ ദയോ ഒന്നും കാണില്ല. വാശി ജയിക്കുക, ഇത് മാത്രമായിരിക്കും. അടിക്ക് തിരിച്ചടി എന്നൊക്കെ പറയുന്നത് പോലെ വാശി ജയിക്കുക, വാശി ജയിച്ച് തൻ്റെ ഈഗോയെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇത്തരം ഗ്രഹനിലകളിൽ കൃത്യമായി കണ്ടുവരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശുക്രദശയ്ക്ക് ശേഷം സൂര്യദശ, ചന്ദ്രദശ, അങ്ങനെയാണ് ദശകളുടെ കിടപ്പ്. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശനിദശയിൽ, നീചസ്ഥനായി നിൽക്കുന്ന ശനിദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ്. എങ്ങനെയുള്ള രാഹു? ഗുളികനോടൊപ്പം 2-ൽ നിൽക്കുന്ന രാഹു. അപ്പോൾ ധനസ്ഥാനത്താണ് ഗുളികൻ നിൽക്കുന്നത് രാഹുവിനോടൊപ്പം. അപ്പോൾ ഈ ധനസ്ഥാനത്ത് നിൽക്കുന്ന ഗുളികൻ എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ചിലവുകളെ ഉണ്ടാക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ കോടതി വ്യവഹാരം പോലെയുള്ള കാര്യങ്ങൾക്ക് നല്ല കാശിലവുള്ള കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇവരുടെ ചിന്ത പോയി നിൽക്കുകയും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എത്തിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനവിനിയോഗം അനാവശ്യമായി നടത്തുകയും ചെയ്യേണ്ടി വരും എന്നത് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ശനിയിൽ രാഹു വളരെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലമാണ് 2022
സെപ്റ്റംബർ 29 തൊട്ട് 2025 ഓഗസ്റ്റ് 5 വരെ. ഈ ഒരു കാലത്തെ ഒന്ന് തട്ടിപ്പിഴച്ചെടുത്താൽ പിന്നീട് വരുന്നത് ഹംസയോഗം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അപഹാരമാണ്. ആ സമയത്ത് മുൻപ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുകയും അതിലെ അബദ്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിന് ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുന്നുണ്ട് എന്ന് സാരം. കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു പോകുക വഴി ഇദ്ദേഹത്തെ വെച്ച് നേരത്തെ പറഞ്ഞതുപോലെ ലഗ്നത്തെ കൊണ്ട് തന്നെ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് പോകുക വഴി വ്യാഴത്തിൻ്റെ അപഹാരമൊക്കെ വരുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളെ ഒന്ന് താഴ്ത്താൻ സാധിക്കും. അതിൻ്റെ പെർസെൻറ്റേജിനെ, നെഗറ്റീവിൻ്റെ പെർസെൻറ്റേജിനെ ക്രമത്തിൽ കൂടുതലായി ഒന്ന് താഴ്ത്താൻ സാധിക്കും. ജീവിതം ഒന്ന് വ്യക്തമാകും. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട. ഇപ്പോൾ രാഹുവിൻ്റെ മായാവലയത്തിലാണ്. എല്ലാ കാര്യങ്ങൾക്കും ഇത്തരം നീചമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, പ്രത്യേകിച്ചും ഗുളികനോടൊപ്പം നിൽക്കുന്നു, അനാവശ്യമായിട്ടുള്ള ഒരു ധൈര്യം മനസ്സിന് തോന്നിപ്പിക്കും. എന്നാൽ അതിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും ലോകാബദ്ധങ്ങളുമായിരിക്കുമെന്ന് സാരം. ഇത്തരം കാര്യങ്ങൾ ഈ വ്യക്തി വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.